നമ്മളെല്ലാവരും എല്ലാ ദിവസവും കാണുന്ന ഒന്നാണ് സൂര്യൻ, അല്ലേ? പക്ഷേ ശരിക്കും നമുക്കതിനെപ്പറ്റി എന്താ അറിയാം? ഇന്ന് നമുക്ക് ആകാശത്തെ ഈ ഭീമൻ തീഗോളത്തെ ഒരു പുതിയ കണ്ണിലൂടെ കാണാൻ ശ്രമിച്ചാലോ? സൂര്യനെ ഭയങ്കര വലിയ ഒരു കോസ്മിക് പവർ പ്ലാന്റായിട്ട് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഈ ഒരൊറ്റ ഐഡിയ മാത്രം മതി നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിന്റെ ഹൃദയം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. അപ്പോ എങ്ങനെയാണ് സൂര്യൻ ഒരു കോസ്മിക് പവർ പ്ലാന്റ് ആവുന്നത്? ശരി, നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. കാരണം സൂര്യൻ വെറുമൊരു വെളിച്ചം തരുന്ന ഗോളമല്ല, അത് നമ്മുടെ സൗരയൂഥം എന്ന ഈ ഭീമാകാരമായ സിസ്റ്റത്തിന്റെ സെൻട്രൽ എഞ്ചിനാണ്. ബാക്കിയെല്ലാം ഇതിനെ ചുറ്റിയാണ് കറങ്ങുന്നത്. ഈ സിസ്റ്റം ഓടാൻ വേണ്ട ഊർജം മുഴുവനും വരുന്നത് ഈ എഞ്ചിനിൽ നിന്നാണ്. ഓക്കെ, അപ്പോ ഈ പവർ പ്ലാന്റിന്റെ പുറത്തുനിന്ന് കാണാൻ കൊള്ളാം, പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്? വാ, നമുക്കിതിന്റെ എഞ്ചിൻ റൂമിലേക്ക്, അതായത് സൂര്യന്റെ ഏറ്റവും ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. ഇവിടെയാണ് സൂര്യന്റെ യഥാർത്ഥ മാജിക് നടക്കുന്നത്. ഫ്യൂഷൻ. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ചൂടും പ്രഷറുമുള്ള സൂര്യന്റെ കോറിൽ വെച്ച് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഹീലിയമായി മാറുകയാണ്. ഈ ഒരു പ്രോസസ്സാണ് പ്രപഞ്ചത്തിലേക്ക് ഊർജമിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ ആ പവർ പ്ലാന്റിന്റെ ഉപമയിലേക്ക് തിരിച്ചു വന്നാൽ, ഈ ഫ്യൂഷനാണ് ആ മെയിൻ എഞ്ചിൻ. നിർത്താതെ 24x7 പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരൊറ്റ എഞ്ചിൻ. ആ ഒരൊറ്റ എഞ്ചിനാണ് നമ്മുടെ ലോകത്തിന് വെളിച്ചം തരുന്നതും ഇവിടെ ജീവൻ സാധ്യമാക്കുന്നതും. പക്ഷേ ഒരു കാര്യം, ഏതൊരു വലിയ പവർ പ്ലാന്റും പോലെ സൂര്യനും എപ്പോഴും അത്ര സ്റ്റേബിൾ ഒന്നുമല്ല. ചില സമയത്ത് ഇതിൽ നിന്നും ഭയങ്കരമായ ഊർജം പുറത്തേക്ക് പൊട്ടിത്തെറിക്കും. ഇതിനെയാണ് നമ്മൾ സോളാർ സ്റ്റോംസ് അല്ലെങ്കിൽ സൗരക്കാറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇനി ഞാനൊരു വിചിത്രമായ ചോദ്യം ചോദിക്കട്ടെ. സൂര്യനിൽ നടക്കുന്ന ഒരു കാര്യം ഇവിടെ ഭൂമിയിൽ നടക്കുന്ന ഒരു പ്രാവ് പറത്തൽ മത്സരത്തെ എങ്ങനെ ബാധിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേൾക്കുമ്പോൾ എന്തോ ബന്ധമില്ലാത്ത കാര്യമായി തോന്നും, അല്ലേ? പക്ഷെ അതിനൊരു ഉത്തരമുണ്ട്. അതിനെയാണ് നമ്മൾ സ്പേസ് വെതർ അഥവാ ബഹിരാകാശ കാലാവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ പവർ പ്ലാന്റിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്ന തീപ്പൊരികളാണെന്ന് വെച്ചോ, ഈ സോളാർ ഫ്ലെയർസിന് ഭൂമി വരെ എത്താൻ പറ്റും. ഇനി കേട്ടോ രസം, ഈ എനർജി പ്രാവുകൾക്ക് വഴി കണ്ടുപിടിക്കാനുള്ള അവയുടെ ആ ഒരു കഴിവിനെ ബാധിക്കും. അപ്പോ ശരിക്കും സൂര്യനിലുണ്ടാവുന്ന ഒരു കൊടുങ്കാറ്റ് കാരണം ഇവിടെ ഒരു പ്രാവ് പറത്തൽ മത്സരം തന്നെ കുളമായി പോവാം. അപ്പോ സൂര്യന്റെ ശക്തി ഇത്രയൊക്കെ വലുതാണെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഭീമൻ പവർ പ്ലാന്റിനെപ്പറ്റി പഠിക്കുന്നത്? അതും സേഫായിട്ട്. അതിന് നമുക്ക് സൂര്യന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ ഭാഗ്യത്തിന് നമുക്കൊരു അടിപൊളി ലബോറട്ടറിയുണ്ട്. അത് വേറെ എവിടെയുമല്ല, നമ്മുടെ ആകാശം തന്നെ. ആ പവർ പ്ലാന്റിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കിയിരിക്കാൻ പറ്റിയ ഏറ്റവും സേഫായ കൺട്രോൾ റൂമാണ് നമ്മൾ നിൽക്കുന്ന ഈ ഭൂമി. ഇനി സൂര്യന്റെ ഈ സ്വാധീനം വെറുതെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതിലും നല്ലത് നമുക്ക് നേരിട്ടൊന്ന് കണ്ടു മനസ്സിലാക്കിയാലോ? നിങ്ങൾക്കെല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആക്ടിവിറ്റിയുണ്ട്. നല്ല വെയിലുള്ള ഒരു ദിവസം പുറത്തു പോയിട്ട് ഒരു കമ്പ് നിലത്ത് കുത്തി നിർത്തുക. എന്നിട്ട് ദിവസം മുഴുവൻ അതിന്റെ നിഴലിനെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക. ആ നിഴല് പതിയെ നീങ്ങുന്നതും അതിന്റെ നീളം കൂടുന്നതും കുറയുന്നതുമൊക്കെ കാണാം. ഇതാണ് ഭൂമി കറങ്ങുന്നതിനും സൂര്യൻ ആകാശത്തൂടെ നീങ്ങുന്നതിനുമുള്ള ഏറ്റവും ലളിതമായ തെളിവ്. പണ്ടുകാലത്ത് നമ്മുടെയൊക്കെ മുൻഗാമികൾ സമയം നോക്കിയിരുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു മിനിറ്റ്, ഒരു വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഒരു കാരണവശാലും സൂര്യനിലേക്ക് നേരിട്ട് നോക്കരുത്. ഒരു സേഫ്റ്റി ഗ്ലാസോ ഫിൽറ്ററോ ഇല്ലാതെ നോക്കിയാൽ അത് നിങ്ങളുടെ കണ്ണിന് സ്ഥിരമായി ഡാമേജ് ഉണ്ടാക്കും. ഓർക്കുക, സേഫ്റ്റി ഫസ്റ്റ്. അപ്പോ നമുക്ക് ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞാലോ? നമ്മുടെ ഭീമൻ പവർ പ്ലാന്റാണ് സൂര്യൻ. അതിന്റെ എഞ്ചിനാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അതിൽ നിന്ന് വരുന്ന തീപ്പൊരികളാണ് സ്പേസ് വെതർ. നമ്മളിതെല്ലാം നിരീക്ഷിക്കുന്നത് നമ്മുടെ ലിവിംഗ് ലബോറട്ടറിയിൽ നിന്ന്, അതായത് ഭൂമിയിൽ നിന്ന്. നോക്കൂ, ഈയൊരു ഐഡിയ വെച്ച് ചിന്തിച്ചാൽ സൂര്യനെ മനസ്സിലാക്കാൻ എന്ത് എളുപ്പമാണല്ലേ? അപ്പ പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു ചോദ്യം തന്നിട്ട് പോകാം. സൂര്യനാണ് നമ്മുടെ കോസ്മിക് പവർ പ്ലാന്റ് എങ്കിൽ ആ പവർ കൊണ്ട് ജീവിക്കുന്ന നമ്മൾ ആരാണ്? ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, ആ ഒരൊറ്റ നക്ഷത്രവുമായി നമ്മുടെ ഒക്കെ ജീവിതം എത്ര ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന്.